പ്രവീൺ പ്രണവ് എന്ന ചാനലിലെ പ്രവീൺ എനിക്ക് ഇട്ട് തന്നത് എടുത്തിടാൻ വേണ്ടി ഞങ്ങൾ എടുത്തു വെച്ച തെളിവാണെന്ന്. ഇവരെന്തോരം ഫർണിച്ചേഴ്സ് വാങ്ങിച്ചു കൂട്ടിയെന്നറിയാമോ? അവർ ജനങ്ങളെയാണ് ബോധിപ്പിച്ചിരിക്കുന്നത്. ഒത്തിരി 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 മെമ്മറീസ് ഉള്ള ഒരു ഫ്രണ്ട്സ്, രുദ്രാർജ 2020 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പുതിയൊരു ഇഷ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചാനൽ, ഒരു പ്രമുഖ ചാനൽ കാരണം ഒരു കുഞ്ഞു ചാനൽ നഷ്ടപ്പെട്ട ഒരു ചേച്ചിയുടെ ദുഃഖം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചാനലിനകത്ത്, എന്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ എനിക്ക് ഇപ്പോൾ ഇന്ന് ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇന്നെന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം അത്രമാത്രം ഒരു വലിയ പണിയാണ് എനിക്ക് പ്രവീൺ പ്രണവ് എന്ന ചാനലിലെ പ്രവീൺ എനിക്ക് ഇട്ട് തന്നത്. ഇനി എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറെ പേരെങ്കിലും കണ്ടു കാണുമായിരിക്കും. ഞാൻ എന്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രണവ് പ്രവീണിന്റെ ചാനലിലെ ഒരു വീഡിയോ. കാരണം അവരുടെ ആ ഇഷ്യൂ നടന്ന സമയത്തൊന്നും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ എന്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ആ ചേച്ചിയുടെ പറയുന്നത് കേട്ടല്ലോ. ഈ ചേച്ചി ഇതിനകത്ത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഓരോരുത്തരെ കുറിച്ച് എത്രമാത്രം പാടുപെട്ടാണ് ഒരാൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കാണാം. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇഷ്യൂ നടന്ന സമയത്തൊന്നും ഞാൻ എന്റെ ചാനലിൽ അതിനെ കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല എന്ന് പറയാൻ കാരണം, സത്യം പറഞ്ഞാൽ എന്റെ ഒരു കോൺസെപ്റ്റില് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. ഏറ്റവും ഭയങ്കര പാടാണ്. മറ്റുള്ള ബ്ലോഗേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും നല്ല തലയുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റും. തല മീൻസ് അവർക്ക് പല കാര്യങ്ങളെ കുറിച്ചും ഒരുപാട് അറിവുണ്ടായിരിക്കണം. നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നടക്കുന്ന ആ ഓരോ സംഭവങ്ങളാണല്ലോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അതിനെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കണം. അതിന്റെ നെഗറ്റീവ് പോസിറ്റീവ് നന്നായിട്ട് പഠിക്കണം. മറ്റുള്ള ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. പിന്നെ അവരുടേതായ ന്യായത്തില്, അവരുടേതായ കാഴ്ചപ്പാടിൽ അവരത് പ്രസന്റ് ചെയ്യണം. ഇത് ഇത്രയും ശരിയായാൽ മാത്രമേ ഒരു റിയാക്ഷൻ വീഡിയോ ചാനൽ വിജയിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് ചാനലുകൾ നമുക്കറിയാവുന്നതാണ്. എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. എനിക്ക് അതിനുള്ള തലയില്ലാത്തതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല എന്ന് ഞാൻ പറയാൻ കാരണം. പക്ഷെ എനിക്ക് ആ പ്രവീൺ പ്രണവിന്റെ അവരുടെ ചാനലിനെ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവിടെ ആ ഒരു ഫാമിലിയെ ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടവരിൽ ഒരാളാണ് ഞാനും. അവരുടെ ആ ചാനലിൽ അവരിട്ട ഒരു വീഡിയോയില് ഈ പ്രവീണും മൃദുലയും കൂടെ ഇരുന്ന് നമ്മൾ കമന്റ് ഇട്ട ആൾക്കാരെ കുറ്റം പറയുന്ന ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഇതിൽ ചേർക്കുന്നില്ല, കാരണം എന്റെ ആ വീഡിയോ, ഞാൻ നേരത്തെ ഇട്ടിരുന്ന ആ വീഡിയോയ്ക്കകത്ത് ആ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പാണ് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കൊടുത്ത് പ്രവീൺ എന്റെ ചാനല് എന്താ പറയാ ടെർമിനേറ്റ് ചെയ്യിച്ചു. ഇന്നലെ രാവിലെ എണീറ്റപ്പോ എന്റെ ചാനല് യൂട്യൂബിൽ നിന്നുള്ള മെസ്സേജ് കിടക്കുന്നത് പ്രവീൺ പ്രണവ് എന്ന ചാനലിൽ നിന്ന് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു, ഈ ഒരു ഇതെടുത്തു എന്നുള്ളതാണ് അവർ നമുക്കെതിരെ കൊടുത്തിരുന്ന ഒരു കംപ്ലൈന്റ്. അതായത് ആ ഒരു പിക്ക് എടുത്തിട്ട് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത്. അങ്ങനെ എന്റെ ചാനൽ 7 ദിവസത്തിനകം ടെർമിനേറ്റ് ആയി പോകും എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കടന്നു. പോരെങ്കിൽ നമുക്ക് ഒരു വീഡിയോയും ഇന്നലെ മുതൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്നലെ ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ എന്റെ വീട്ടില് ഒരു മരണ വീട് പോലെ ആയിരുന്നു കേട്ടോ. അത് എന്ത് പറഞ്ഞ ഒരുപാട് ചാനലുകാർ ഈ ഒരു വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോസ് എടുത്ത് ഞാൻ കണ്ടു. ഒരുപാട് ചാനലുകൾ കണ്ടതിന് ശേഷമാണ് ഞാനിത് ആദ്യം ചേച്ചിയുടെ വീഡിയോ വന്ന സമയത്ത് തന്നെ ഞാൻ എന്താണെന്നതില്ല, ഞാൻ പ്രവീൺ മൃദുലയുടെയും പ്രണവ് കൊച്ചുവാരുടെ ചാനലിൻ്റെയൊക്കെ സബ്സ്ക്രൈബർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം, അവരോട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ വന്നതുകൊണ്ടായിരിക്കണം എനിക്ക് ഉടനെ തന്നെ എൻ്റെ ഒരു റെക്കമെൻഡ് ചെയ്തു യൂട്യൂബ്. ഞാനത് കണ്ട സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു. ഇങ്ങനൊരു ഇൻസിഡന്റ് ഒരുപാട് ചാനലുകാർ, ഒരുപാട് വലിയ വലിയ ചാനലുകാർ എല്ലാം ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ചേച്ചിയുടെ ചാനലിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്ന് ഞാനിങ്ങനെ നോക്കി. അപ്പോൾ ആ ചാനൽ ഫുൾ വീഡിയോസ് ഞാൻ ആ വീഡിയോ കണ്ടു, സ്കിപ്പ് ചെയ്യാതെ ഞാനത് കണ്ടു. അത് കണ്ട് സാധാരണ ഞാൻ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. ഞാൻ ആരുടെ ആണെങ്കിലും എനിക്ക് കാണുന്ന എവിടം വരെ പറ്റിയോ അവിടം വരെ ഞാൻ കാണും. അത് സ്കിപ്പ് ചെയ്ത് ഓടിച്ച് വിടാറില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളും നമ്മളെപ്പോലെ ഇപ്പം ഞാൻ ഒരുപാട് ട്രയലുകൾ ചെയ്തിട്ടും ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടാണ് വീഡിയോ ഒരെണ്ണം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളൊന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾ കാണുന്നത് വരെയെങ്കിലും കണ്ടു നിർത്തുക, അല്ലാതെ സ്കിപ്പ് ചെയ്ത് വിടരുത്. ദൈവത്തെ ഓർത്ത് അത് ഡെഡായി പോകാൻ ചാൻസ് ഉണ്ടെന്ന് കേട്ടു. അപ്പം ഒരുപാട് മെനക്കെട്ട് ചെയ്യുന്ന നമ്മളെപ്പോലെ കുഞ്ഞു ചാനലുകളുടെ ഒരു വീഡിയോസും റെക്കമെൻഡേഷൻ കിട്ടുന്നില്ല, ആരും വ്യൂസും തരുന്നില്ല. അപ്പോൾ ഈ ചേച്ചിയുടെ ചാനലിൽ 3000 സംതിങ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്ന് ചേച്ചി പറയുന്നുണ്ട്. ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങളോട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം.
അധ്വാനമല്ലേ ആ കുട്ടി ഒരു വലിച്ചെടുത്തോണ്ട് പോയത്. അപ്പൊ പിന്നെ നമ്മുടെയൊക്കെ കണ്ണുനീരിനോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രയത്നത്തിനൊക്കെ പുല്ലുവരെയായിരിക്കും ആ കുട്ടി വെക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം അതൊന്നും അങ്ങനെയൊന്നും തോന്നത്തില്ലല്ലോ. എന്റെ വീട്ടിലുള്ള അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എന്റെ ചാനലിൽ 5 വർഷമായി നമ്മൾ വലിയ ചാനലൊന്നുമല്ല. എനിക്ക് പക്ഷേ 3000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്ക് ഞാൻ 3000 ആൾക്കാർ, അതായത് 3000 ഫാമിലി മെമ്പേഴ്സ് എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കൂടുതലും ഞാനൊരു സ്കൂൾ നടത്തുന്ന ഒരു അധ്യാപികയാണ്, അതായത് കുഞ്ഞു കുട്ടികളുടെ സ്കൂൾ. അപ്പോൾ അതിനകത്തുള്ള ഈ 5 വർഷമായി ഞാൻ എന്റെ കുട്ടികളുടെ കൂടുതലും ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകളും അതുപോലെ അവരെ വെച്ചിട്ട് പ്രാക്ടീസുകൾ, ഓണം, ക്രിസ്മസ് ഇങ്ങനത്തെ സെലിബ്രേഷനിലൊക്കെ ഉള്ള അവരുടെ ഓരോ കാര്യങ്ങളാണ്. ഓരോ ഏജിൽ ആ കുട്ടികളൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ ഇല്ലെങ്കിൽ പോലും പാരൻസ് വെച്ചിട്ട് എന്നോട് പറയാറുണ്ട്, ഞങ്ങളുടെ കുഞ്ഞു നാളിലൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, മാം ചെയ്ത വലിയൊരു നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയാറുണ്ട്. അതെനിക്കൊരു ഭയങ്കര ഒരു അപ്രീസിയേഷൻ തന്നെയാണ്, അവരുടെ ആ ഒരു പാരന്റ്സിന്റെ സന്തോഷം എന്ന് പറയുന്നത്. എനിക്കും കാണാം ആ കുട്ടികളെ കുഞ്ഞ്. എന്റെ ഈ അടുത്ത കാലത്ത് എന്റെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത നമ്മുടെ ഒരു സിനിമയുടെ ഒരു പോർഷനാണ് മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രത്തിനെ നമ്മൾ അവതരിപ്പിച്ചത്. അത് LKG പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരുന്ന എന്റെ ഒരു കുഞ്ഞാണ്. ഇപ്പൊ 7ാം ക്ലാസ്സിലായി. ആ കുട്ടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യിച്ചത്. അങ്ങനെ ഒത്തിരി മെമ്മറീസ് ഉള്ള ഒരു ചാനലായിരുന്നു ഇത്. നിങ്ങൾക്കറിയാമോ, ഇന്നലെ ഈ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആയിരുന്നില്ല, ഞാൻ കണ്ടുകൊണ്ടായിരുന്നത്. കാരണം എനിക്ക് പുതിയ ചാനൽ ഇടേണ്ട ഒരു അവസ്ഥ വന്നു. ഇത് അപ്ഡേറ്റ് എനിക്ക് അറിയില്ല. പക്ഷെ ഇന്നലെ രാത്രി ആയപ്പോൾ ആക്ച്വലി ഞാൻ മോളാണ് ഇതിലെല്ലാം എനിക്ക് അപ്ലോഡ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം മോളാണ്. പക്ഷെ അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതായി പോയി. നമുക്കിങ്ങനെ യൂട്യൂബിൽ നിന്ന് ഇത് വന്നു, മെസ്സേജ് വന്നു, പ്രവീൺ ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നു. അത് നിങ്ങൾക്ക് ഇത് ടർമിനേറ്റ് ആയി പോകും, 7 ദിവസത്തിനകം ടർമിനേറ്റ് ആവും. പിന്നെ അതിന്റെ റീസൺ കാണിച്ചിട്ടുണ്ട്, അവരുടെ അവർക്ക് കോപ്പറേറ്റ് ഇഷ്യൂ ആണ് കാരണം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചോദിച്ചു, ഞാൻ മോൻ കുറച്ചും കൂടെ കാര്യങ്ങൾ ആക്കാൻ പറ്റും, അവൻ കുറച്ചും കൂടെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കിയിട്ടാണ് അമ്മ എന്നോട് ചോദിച്ചു, അമ്മ ഒരു കാര്യം ചെയ്യാം നമുക്ക്, കാരണം നമ്മുടെ ഒരു ചാനൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ഇത്രയും നാളത്തെ ഒരു എഫേർട്ട് മുഴുവനും അത് പോവാണ്, മെമ്മറീസ് വേണ്ടിയിട്ടില്ലേ. അപ്പൊ അവൻ പറഞ്ഞു, എന്നാൽ നമുക്ക് അവർക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കാം, നമ്മൾ പ്രൈവറ്റ് ആക്കിയിട്ടോളാം ആ ചാനലിൽ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം. കാരണം കാര്യം പിടിക്കുന്ന പോലെ ആണ്. എന്നാലും ഞാൻ വിചാരിച്ചു സാരില്ല, കാരണം ആ കുട്ടിക്ക് നമ്മുടെ ഈ ഒരു ഞാനിട്ട വീഡിയോ അത്രയും ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം നിങ്ങൾക്കറിയാലോ, ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എല്ലാ ചാനലുകളും എടുത്ത് സമാനമായ ഒരു ഇഷ്യൂ ആണ്. നിങ്ങൾ കണ്ടല്ലോ, ഈ ചാനലിലെ ചേച്ചി പറയുന്നുണ്ട്, ഒരുപാട് വലിയ വലിയ ചാനലുകളെല്ലാം എടുത്തത് റിയാക്ട് ചെയ്തിട്ട് പോലും അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ചേച്ചി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാനൊന്നും അതിൻ്റെയൊന്നും ഒരു 7 അയലത്ത് പോലും എത്തില്ല. പക്ഷേ ഒരാഗ്രഹം, ഒന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊന്ന് റിയാക്ട് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊന്നും വ്യൂസ് ഒന്നും കിട്ടാറില്ല. ഒരുപാട് മെനക്കെട്ട് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്താലും നമുക്ക് അതിന് വേണ്ടിയിട്ട് എഡിറ്റിംഗ് ക്വാളിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ യൂട്യൂബ് നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യാറില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ ചാനലൊന്നും വലിയ വ്യൂസ് ഒന്നുമില്ല. സബ്സ്ക്രൈബേഴ്സും വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, 3000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഇൻസിഡന്റ് വന്നതിന് ശേഷം ഈ ചേച്ചിയുടെ ചാനലിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ അറിയാം, ഈ ചേച്ചി ആ ഇട്ട വീഡിയോസ് എത്ര 124 അത്രയും K സംതിങ് ഈ ചേച്ചി ഇട്ട ഈ റിയാക്ഷൻ വീഡിയോസ്, ഈ ഒരു ഇതിനെ കാരണം കാണിച്ച് ചേച്ചി ഇട്ട വീഡിയോസ് അത്രയും പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ റിയാക്ട് ചെയ്തത് ആ ചേച്ചി എന്തുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം ചാനൽ 5 വർഷമായിട്ട് കൊണ്ടുവന്ന കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ചാനൽ. ആ ചാനലിലെ ചേച്ചി പറയുന്നുണ്ട്, ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു കുഞ്ഞു സ്കൂൾ നടത്തുന്ന ടീച്ചറാണ്, ആ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങൾ മാത്രമാണ് ആ ചേച്ചി ഇതിനകത്ത് ഇടുന്നതെന്നുള്ളതൊക്കെ ചേച്ചി പറയുന്നുണ്ട്. അങ്ങനെ വന്നൊരു ചാനൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ചേച്ചിയുടെ വിങ്ങൽ, ആ ഒരു വിഷമം നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും. ആ ചേച്ചി മാത്രമല്ല, ഏതൊരു യൂട്യൂബർ ആയാലും, ഇപ്പം ഇൻ കേസ് ഞാനായാലും പേടിച്ചാണ് കേട്ടോ ഓരോന്നും അപ്ലോഡ് ചെയ്യുന്നത്. കാര്യം പേടിയാണ്, എവിടുന്നാണ് പ്രശ്നം വരുന്നത്, എന്ത് പ്രശ്നമാണ് വരുന്നത് എന്നുള്ള പേടിയിലാണ് നിൽക്കുന്നത്. മാക്സിമം ആരെയും ശല്യം ചെയ്യാതെ ഉറക്കൊഴിച്ചിട്ട് 2 കുഞ്ഞുങ്ങളെയൊക്കെ 2 പൊടിമക്കളെയൊക്കെ വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ അതിന് ഉണ്ടാകും. എന്നിരുന്നാലും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഇങ്ങനെയുള്ള കുഞ്ഞു ചാനലുകൾ കൂടി നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു അപേക്ഷയായിട്ട് പറയാണ്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. പ്രവീൺ മൃദുല എന്ന് പറയുന്ന ചാനലും അതുപോലെ പ്രണവ് കൊച്ചു സഹോദരങ്ങളാണ്. അവരുടെ ഫാമിലി ഉണ്ടായ ഒരു ഇഷ്യൂസിനെ ഒരുപാട് പ്രോബ്ലംസ് സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് എല്ലാവരും എടുത്ത് റിയാക്ഷൻ വീഡിയോസ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അവരൊരു റിപ്ലൈ വീഡിയോ പോലെ അവർ ചെയ്തതിൻ്റെ ഇടയ്ക്ക് ആരോ കമന്റ് ഇട്ടപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ എന്ത് കിട്ടാനാണ്, അവിടെയും വഴക്കുണ്ടാക്കി ഇവിടെയും വഴക്കുണ്ടാക്കി എന്ത് കിട്ടാനാണെന്നോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഇട്ടു. ആ ഡയലോഗിനെ എടുത്തിട്ടാണ് ഈ ചേച്ചി എന്ത് ചെയ്തത്, ഒരു വീഡിയോ എടുത്തത്. ആ വീഡിയോ എടുത്തതിനെ തുടർന്നാണ് ഈ പ്രവീൺ മൃദുല അവര് ഈ ചേച്ചിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കൊടുത്തപ്പോൾ അതിൽ വന്നേക്കുന്നത് ഇങ്ങനെ ഇവരെ ചാനൽ ടെർമിനേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ അവർക്ക് വന്നു. ആ മെയിൽ വന്നതിന് ശേഷം അവർ വളരെയധികം വേദനയായിരുന്നു. അപ്പോൾ അവർ അതിനെ ആദ്യം മാറ്റാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. അപ്പോൾ അതിനായിട്ട് അവർക്കൊരു റൂൾ വന്നു, പ്രൈവറ്റ് ആക്കി വെക്കുക, ആ വീഡിയോ പബ്ലിഷ് ചെയ്യാതിരിക്കുക. 40,000 പേര് മാത്രം കണ്ടൊരു വീഡിയോ ആണിത്. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോസ് ഉണ്ടായിരുന്നു പ്രവീൺ മൃദുല കേസിന്റെ, പ്രണവ് കൊച്ചിന്റെ കേസിലുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അവിടെ ഒന്നും ഇവരെന്ത് ചെയ്തില്ല, ഈ ഒരു പ്രശ്നം ഒരു കോപ്പിറൈറ്റ് ക്ലെയിമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ കുഞ്ഞു ചാനലുകളെ പോയി ഉപദ്രവിച്ചു.
ഇത്രയും ഉണ്ട് ചോദിക്കാൻ. വലിയ വലിയ ചാനലുകളെ തൊടാൻ നിങ്ങൾക്ക് എല്ലാം പേടിയാണല്ലേ? നമ്മളെ പോലെ കുഞ്ഞു ചാനലുകൾ എന്ത് ചെയ്യുന്നു, ഒരു അറിയാതൊരു വാക്ക് വന്നാൽ അതിനെ പിടിച്ച് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് ആളുകളുണ്ടല്ലേ? ആ ചേച്ചി പറയുന്ന കുറച്ച് വാക്കുകളുണ്ടല്ലോ, നമുക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സങ്കടം വരും. കാര്യം അവർ ഭയങ്കര ചിരിച്ചൊക്കെയാണ് പറയുന്നെങ്കിലും ഒരുപാട് സങ്കടം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ വിതുമ്പി നിൽക്കുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അവസാനമായിട്ട് ചേച്ചി ഈ ചാനലിനെതിരെ, ചേച്ചിയുടെ ചാനൽ കിട്ടുമോ 10 ദിവസത്തിനുള്ളിൽ എന്താകുമെന്ന് അറിയാത്ത ഒരു വിഷമത്തിൽ നിൽക്കുന്ന ചേച്ചി വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ പ്രവീൺ മൃദുല ചാനലാണ് ഇതിനെതിരെ ചേച്ചിക്കെതിരെ അത് പെറ്റി കൊടുത്തതെന്ന് അറിഞ്ഞിട്ടും അതിൽ ജിമെയിൽ വന്നേക്കുന്നത് പ്രണവ് കൊച്ചുവിൻ്റെ പേരിലാണെന്നൊരു വെളിപ്പെടുത്തലും കൂടി ചേച്ചി ഇതിനകത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. ചേച്ചി കാണിക്കുന്നുണ്ട് അതിനകത്ത് ചേച്ചിക്ക് കിട്ടിയ ഇഷ്യൂസിൻ്റെ ആ ഒരു പിക്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സംഭവം അങ്ങനെയാണെന്നുള്ളൊരു ഇൻഫർമേഷനും കൂടെ ചേച്ചി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചാനലിൻ്റെ സബ്സ്ക്രൈബറാണ് ഈ ചേച്ചി. വളരെയധികം ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നൊരു ചാനലാണ് ഈ ചേച്ചിയുടെ ചാനൽ. അങ്ങനെയുള്ളവരെ പോലും എന്തിനാണ് ഈ ഉപദ്രവിക്കുന്നതെന്ന് അറിയില്ല. ഇതെനിക്ക് പേടിയാണ്. പിന്നെ ഞാൻ അവരുടെ ചാനലിലെ വീഡിയോസോ അവരുടെ ഒന്നും എടുത്തിനകത്ത് പിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ വലുതായിട്ട് ബാധിക്കില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മളെ പോലുള്ള കുഞ്ഞു ചാനലുകളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ ഉണ്ടാകണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, ഇതിന് അവസാനം ചേച്ചി പറയുന്നുണ്ട്, എൻ്റെ ചാനല് പോവുകയാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ അറിയാലോ, 10 ദിവസത്തിനുള്ളിൽ ചാനൽ പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ചേച്ചി വേറൊരു ചാനൽ തുടങ്ങുമെന്നും പ്രവീൺ മൃദുല അവരിടുന്ന ഏത് വീഡിയോസിനും എതിരായിട്ടുള്ള ഒരു കമന്റ് റിയാക്ഷൻ വീഡിയോ ചേച്ചി ചെയ്ത് തുടങ്ങുമെന്ന ഒരു വെല്ലുവിളി ചേച്ചി ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല, പ്രവീണ് ഇത്രയും ചീപ്പായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയ്ക്കും എന്താ പറയാ, സ്വന്തം അമ്മയും അച്ഛനെയും അനിയനെയൊക്കെ വെച്ച് ചീന്തിയാതാണ് ശരിയാണ്. എന്നാൽ അത് നാട്ടുകാരെയും ചീന്താനായിട്ട് തുടങ്ങി. നമ്മൾക്ക് അവരുടെ മുമ്പിൽ നമ്മളെ ചാനൽ ഒന്നുമല്ല, എനിക്കറിയാം. 40 ലക്ഷത്തിൽ കൂടുതൽ ഞാനും അവരുടെ സബ്സ്ക്രൈബറാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയമുള്ളത്. നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. അവരിങ്ങനെ ചിന്ത ഭിന്നമായി പോയപ്പോ ഒരു വിഷമം, ഒരു വേദന, നമ്മുടെ ആരോഗ്യം ആണെന്നുള്ളൊരു തോന്നില്ല. അമ്മയുടെയും ഒക്കെ വേദന കാണുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, പ്രവീണും മൃദുലയും വളരെ നല്ല ഭംഗിയായിട്ട് അഭിനയിക്കുന്ന 2 വ്യക്തികളാണ്. അവർ വളരെ കണ്ണിങ്ങോടുകൂടി തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ കെട്ടിച്ചമച്ച് ഈ ലക്ഷങ്ങള് സപ്പോർട്ടുള്ള ചാനൽ കൊണ്ടങ്ങ് പോയത്. ജനങ്ങളുടെ കണ്ണിലും പോടി വാരിയിട്ടില്ല. കാരണം എനിക്കിപ്പോ എന്റെ അനുഭവം വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഇവർ അടിയിച്ച ആൾക്കാരെ പറയില്ല, അടിയും കൂടി വില വയ്ക്കുന്നില്ല. അങ്ങനത്തെ 2 വ്യക്തികൾ തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഓക്കെ, ചാനലിൽ നമുക്ക് കുറെ പ്രയാസം ഉണ്ടാവും, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും ചില ആൾക്കാരൊക്കെ പറയില്ലേ, നമ്മുടെ ഈ ഫാമിലി ഡോക്ടർ, ഫാമിലി ലോയർ എന്നൊക്കെ പറയുമ്പോൾ എന്റെ ചാനൽ ഇവർ കാരണം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ മെയിൻ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫാമിലി വിമർശകയായിട്ട് ഞാൻ എന്റെ പുതിയ ചാനൽ ഉണ്ടാവും. കാരണം അത്രയും പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്ക് കുറച്ചും കൂടെ ഒരു സംസാരിക്കാനുള്ള ഒരു ഇത് പറഞ്ഞു. ഇന്നലെ ഞാൻ സംസാരിക്കാനായിട്ട് എടുത്തു വെച്ചിട്ട് പല സമയത്ത് ഞാൻ കരഞ്ഞു പോയ അവസ്ഥയുണ്ടായിരുന്നു. കേട്ടല്ലോ നിങ്ങൾ. ഈ പറയുന്നത് ഒരു വെല്ലുവിളിയാണെങ്കിലും അവരുടെ ദുഃഖമാണ് കേട്ടോ ഈ പുറത്തു വരുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ആശിച്ച് മോഹിച്ച് ഒരു വീഡിയോ, ഒരു എന്താ പറയുന്ന ഒരു ചാനൽ കൊണ്ടുവന്നു, ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടുന്നു, അതൊരു 1K ആകുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ ചാനലിൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കുക, അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഒരു 4000 മണിക്കൂറാക്കി ഒരു മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക. ഇതൊക്കെ പറയുന്നത് ഏതോ ഒരു യൂട്യൂബറിൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. അങ്ങനെ ആക്കിയെടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു 10 രൂപ ഇൻകം ലഭിക്കുക, അതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചാണ് എല്ലാവരും ഇതിനകത്ത് മേൽക്കെട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആരുടെയും ഒരു ചാനൽ നശിപ്പിക്കാനായിട്ട് ആരും ശ്രമിക്കാതിരിക്കുക. ഒരുപാട് എഫേർട്സ് ഉണ്ട് ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിനകത്ത്, ഒരുപാട് എഫേർട്സ് ഉണ്ട്. പുറത്തുനിന്ന് ഒരു ചാനലിനെ ഉപദ്രവിക്കുന്നവർക്ക് അത് മനസ്സിലാകത്തില്ല, അതിൻ്റെ പുറകെ ഇവരെടുത്ത എഫേർട്ട് എന്താണെന്ന്. ഇപ്പം എന്നെ പോലെ ഇപ്പം കുഞ്ഞു ചാനലാണ്, ഞാനൊരു കുഞ്ഞു ചാനലാണ്, എനിക്ക് 3000 സംതിങ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഒരു കുഞ്ഞു ചാനലാണ്. നമ്മളൊന്നും ഉയർന്നു വരാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. ഇത് കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ചേച്ചി ചെയ്തൊരു മിസ്റ്റേക്കാണ്, നിങ്ങളിങ്ങനെ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു, ചാനലിന് കോപ്പറേറ്റ് ക്ലെയിം കൊടുക്കുന്നതിന് മുമ്പേ അവർ കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കാമായിരുന്നു, ഇങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുമെന്നൊരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു എങ്കിൽ അവർ ചിലപ്പം എന്ത് ചെയ്തേനെ, ഡിലീറ്റ് ആക്കുകയോ പ്രൈവറ്റ് ആക്കുകയോ അൺലിസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തേനെ. അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ നേരിട്ട് അതിനെതിരെ ഇതാക്കി കഴിഞ്ഞാൽ ആ ഒരു ചാനൽ ടെർമിനേറ്റ് ആയി പോകും. ആ ചാനൽ ടെർമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം നമ്മൾ പറയുന്നതിലും ഒരുപാട്
അധികമായിരിക്കും. കാര്യം നമുക്കറിയാം അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഒരു ചാനലിനെതിരെ ഇത് കാണുന്ന ആരായാലും, വലിയ ചാനലുകാരായാലും കുഞ്ഞു ചാനലുകാരായാലും, ഇത് ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് തീരുമാനിക്കുക. കുഞ്ഞു ചാനലുകളെ ആയാലും വലിയ ചാനലുകാരെ ആയാലും ഈ ടെർമിനേഷൻ പോലുള്ള ഇതിലോട്ട് പോകാതെ, നിങ്ങളെ നേരിട്ടോ മറ്റു കാര്യങ്ങളോ വാക്കുകൊണ്ടോ ഒന്നും മോശം പറയുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അവർക്കെതിരെ ഇതിന് പോകുന്നത്? ഒരു ചാനലുകാരെ കൈപിടിച്ച് ഉയർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക. നിങ്ങളൊക്കെ ഓൾറെഡി എന്തായാലും മുകളിലെത്തിയ ചാനലുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാനലുകാരായാലും ഇത് കാണുന്നവരായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക. കാശായിട്ടൊന്നും വേണ്ട, ഒരു വ്യൂ മാത്രം കൊടുക്കുക. ഒരു കമൻറ്റ് കൊടുക്കുക, ഒരു ലൈക്ക് കൊടുക്കുക. ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു ചാനലുകളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ പേരിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഈ ചാനലിൻ്റെ ഞാൻ ഒരു ചാനലിനെയും പൊക്കിയോ താഴ്ത്തിയോ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു കുഞ്ഞു ചാനലായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്ര വിഷമം വന്നത്. നമ്മൾ ആ ചേച്ചിയുടെ ചാനൽ ഒരു കുഞ്ഞു ചാനലാണ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ചാനലാണ്. അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയപ്പോഴുണ്ടായ അവരുടെ വികാരം ആണ് അവർ കാണിക്കുന്നത്. അപ്പം ആരെയും ദ്രോഹിക്കാതിരിക്കുക. മാക്സിമം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു.